Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillahi wahda. Wassalatu wassalamu ala man la nabiyya ba'da. Wa ala alihi at-tahirin wa ashabihi at-tayyibin wa sallama tasliman katsira amma ba'd. A'udhu billahi minash shaitanir rajim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahirrahmanirrahim. قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുൻകഴിഞ്ഞുപോയ സംസാരത്തിൽ അള്ളാഹുവിൽ പങ്കുചേർത്ത സമുദായത്തിൻ്റെ ചരിത്രത്തിൻ്റെ കഥനങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ് സമുദായത്തിലേക്ക് കടന്നു വന്ന ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ഏതാനും ചില സംഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ആ സമുദായത്തെ ഭൂമിയിൽ നിന്ന് അള്ളാഹു തകർത്ത് തരിപ്പണമാക്കിയ ആ ചരിത്രം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഞാൻ മുൻകഴിഞ്ഞു പോയി സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കൂടെയുമുണ്ട്. ആ സന്ദർഭത്തിൽ ഇദാ അസഫത്ത് റീഹു, ശക്തമായ കാറ്റ് അടിച്ചു വീശിയപ്പോൾ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ കാറ്റ് അടിച്ചു വീശിയപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് എന്താണ് പ്രവാചകന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ, അസ്അലുക ഖൈറഹ, ഈ കാറ്റിന്റെ നന്മയെ തൊട്ടും ഈ കാറ്റ് വീശുന്നതിലുള്ള നന്മയെ തൊട്ടും ഈ കാറ്റ് മുഖേനയുള്ള നന്മയെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വീണ്ടും പ്രവാചകന്റെ പ്രാർത്ഥന എന്താ? വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഈ കാറ്റ് വീശുന്നതിലുള്ള തിന്മയെ തൊട്ടും ഈ കാറ്റിലൂടെയുള്ള തിന്മയെ തൊട്ടും ഈ കാറ്റ് കടന്നു വരുന്നതിലുള്ള തിന്മയെ തൊട്ടുമെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുകയാണെന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വഇദാ തഖയ്യലത്തിസ് സമാഉ തഗയ്യറ ലൗനുഹു. അതെ, ആകാശത്ത് കാർമേഘങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ, കാർമേഘങ്ങൾ അതിങ്ങനെ ആകാശം മേഘാവൃതമായപ്പോൾ തഗയ്യറ ലൗനഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം അങ്ങോട്ട് മാറി. വഖറജ വദഖല, പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങുന്നു, അകത്തേക്ക് പ്രവേശിക്കുന്നു. വഅഖ്ബല വഅദ്ബറ, എന്തോ ചില നെടുവീർപ്പുകൾ, എന്തോ ചില പരിഭ്രാന്തതകൾ അള്ളാഹുവിന്റെ പ്രവാചകനിൽ ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാണ്. വഅഖ്ബല വഅദ്ബറ, പ്രവാചകൻ മുന്നിടുന്നു, പ്രവാചകൻ മുന്നോട്ട് പോകുന്നു, അല്പം കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവാചകൻ നടക്കുകയാണ്. ഫഇദാ മതറത്, മഴയെങ്ങാനും പെയ്താലോ സുർരിയ അൻഹു,
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് സന്തോഷം കാണാൻ കഴിയുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഫഅറഫതു ദാലിക ഫീ വജ്ഹിഹി. മഴ പെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് ആ സന്തോഷം ഞാൻ കണ്ടു. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫസഅൽതഹു, ആകാശം മേഘാവൃതമായപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തുകൊണ്ടാണ് നെടുവീർപ്പിട്ടത്? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് ആകെ ഒരു പ്രയാസം ഞാൻ കണ്ടല്ലോ? ആ കണ്ട കാര്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. ഫഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? ലഅല്ലഹു യാ ആയിഷതു കമാ ഖാല ഖൗമു ആദ്. അല്ലയോ ആയിഷേ, ആദ് സമുദായത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, ആദ് സമുദായത്തിലേക്ക് അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷകൾ കടന്നുപോയ രംഗങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിൽ മിന്നിമറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു വെച്ച വാചകം എന്താ? ലഅല്ലഹു യാ ആയിഷേ, ആയിഷ നിനക്കറിയുമോ, ഒരുപക്ഷേ ആദ് സമുദായം പറഞ്ഞതുപോലെ ആയിക്കൂടെ ആയിഷേ? എന്താണ് ആദ് സമുദായം പറഞ്ഞത്? ഫലമ്മാ റഔഹു ആരിലൻ മുസ്തഖ്ബില ഔദിയതിഹിം. അറേബ്യൻ നാഗരികതയെ സംബന്ധിച്ചിടത്തോളം, അറേബ്യൻ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആകാശം മേഘാവൃതമാവുക എന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷിക്കുകയാണവർ. കാരണം മഴ പെയ്യുക എന്നത് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശം മേഘാവൃതമായപ്പോൾ പ്രവാചകൻ എന്തുകൊണ്ട് നെടുവീർപ്പിട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് പ്രവാചകൻ പറഞ്ഞു വെച്ച വാചകം എന്താ? ആദ് സമുദായം പറഞ്ഞതുപോലെ ആയിക്കൂടെ? എന്താണ് ആദ് സമുദായം പറഞ്ഞത്? ഫലമ്മാ റഔഹു ആരിലൻ മുസ്തഖ്ബില ഔദിയതിഹിം. അവരുടെ താഴ്വരകൾക്ക് അഭിമുഖമായി കൊണ്ട് ആകാശം മേഘാവൃതമായപ്പോൾ, കാർമേഘങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ, ഫലമ്മാ റഔഹു ആരിലൻ മുസ്തഖ്ബില ഔദിയതിഹിം, അവരുടെ താഴ്വരകൾക്ക് അഭിമുഖമായി കാർമേഘങ്ങൾ കടന്നു വന്നപ്പോൾ കാലു, അവർ പറഞ്ഞു, ഹാദാ ആരിദുൻ മുംതിറുനാ, ഇതാ നമുക്ക് മഴയുമായി കുറെ കാർമേഘങ്ങൾ കടന്നു വന്നിരിക്കുന്നു, നമുക്കിപ്പോൾ മഴ ലഭിക്കുമെന്ന് ആദ് സമുദായം അവരെങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ അതാ അള്ളാഹുവിന്റെ ശക്തമായ കാറ്റ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് ആ സമുദായത്തിലേക്ക് കടന്നു വരികയാണ്. അവർ പരസ്പരം സന്തോഷം പങ്കിട്ടു. മഴ പെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പരസ്പരം ആഹ്ലാദം പങ്കിട്ടപ്പോൾ അള്ളാഹുവിന്റെ കാറ്റ് കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ആ സമുദായത്തെ തൂത്തുവാരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശം മേഘാവൃതമായപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ് സമുദായത്തിലേക്ക് ഇറക്കപ്പെട്ട ആ ശിക്ഷയെ പറ്റി ഭയപ്പെടുകയാണ്. അതാണ് ഈ ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതാണ് ഖുർആനിന്റെ സംസാരം. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനൻ. എത്രയോ പൂർവിക സമുദായം കടന്നുപോയിട്ടുണ്ട്. എത്രയോ മുൻകഴിഞ്ഞ സമുദായങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ അവരെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർദ്, സഞ്ചരിക്കടോ ഭൂമിയിലൂടെ. ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അല്ലാഹുവിനെ നിഷേധിച്ച, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ നിഷേധിച്ച ആ സമുദായത്തിന്റെ, സത്യനിഷേധികളായ ആ സമുദായത്തിന്റെ പര്യവസാനം നിങ്ങൾ നോക്കൂ, ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എന്നിട്ടോ അള്ളാഹുവിന്റെ ഭാഷയാണത്, അള്ളാഹുവിന്റെ ശൈലിയാണത്. ഫകൈഫ കാന അദാബി വനുദിർ, എങ്ങനെയാണ് എന്റെ ശിക്ഷയെന്നും എങ്ങനെയാണ് എന്റെ താക്കീതുകളെന്നും നിങ്ങൾ സഞ്ചരിച്ച് കാണൂ എന്ന് അള്ളാഹു സംസാരിക്കുകയാണ്. ഇവിടം കൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. മറ്റൊരു സമുദായം കടന്നു വരുന്നു, മറ്റൊരു സമുദായം കടന്നു വരുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് സമുദായത്തിലേക്ക് കടന്നു വന്ന ചരിത്രവും ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുന്നുവല്ലോ. സഹോദരങ്ങളെ, ഏറെ കൃത്യമാണ് ഖുർആന്റെ സംസാരം. പൂർവിക സമുദായം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടു പോയത്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരെ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് അവരെ ക്ഷണിച്ചു. അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രവാചകന്മാരെ ആക്രമിച്ചു, ചില പ്രവാചകന്മാരെ കൊന്നൊടുക്കി. ചരിത്രത്തിന്റെ ആവർത്തനമായിരുന്നു അത്.
അല്ലേ? ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച പ്രവാചകന്മാരുടെ ഏതാനും ചില പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കത് ബോധ്യപ്പെടും. വൈലാ സമൂദ് അഖാഹും സ്വാലിഹ് നബി അലൈഹിസ്സലാം അതാ സമൂദ് സമുദായത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം എന്താ? ആ സമുദായത്തോട് സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു വെച്ച വാചകം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. അവർ സ്വീകരിച്ചില്ല. അവർ പറഞ്ഞ ന്യായം എന്താ? അവർ പറഞ്ഞു ഖാലു ഇന്നമാ അന്ത മിനൽ മുസഹ്ഹിരീൻ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരോട് ആ പ്രവാചകന്മാരെ സ്വീകരിക്കാത്ത സമുദായം പറഞ്ഞു വെച്ച അതേ ഭാഷ ആ സമുദായവും പ്രയോഗിച്ചു. എന്താ അവർ പറഞ്ഞു വെച്ച ഭാഗം? അവർ പറഞ്ഞു നീ മുസഹ്ഹിരീൻ, നീ സിഹർ ബാധിക്കപ്പെട്ടവരാണ്, നീ മാരണം ബാധിക്കപ്പെട്ടവരാണ്, നീ എന്തോ ഭ്രാന്ത് ബാധിച്ചവരെ പോലെ നീ സംസാരിക്കുകയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ ഫഅതി ബിആയത്തിൻ ഇൻ കുന്ത മിനസ് സ്വാദിഖീൻ. എന്താ അവർ പറഞ്ഞു വെച്ചത്? നീ ഞങ്ങളെ പോലെ തിന്നുന്ന, കുടിക്കുന്ന, ഉറങ്ങുന്ന മനുഷ്യനാണ്. നീ പറയുന്ന കാര്യം സത്യമാണെന്ന് ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വാലിഹേ നീ ഒരു കാര്യം ചെയ്യണം. ഫഅതി ബിആയത്തിൻ ഇൻ കുന്ത മിനസ് സ്വാദിഖീൻ. ഒരു ദൃഷ്ടാന്തം നീ കൊണ്ടുവരണം. എന്താണ് ദൃഷ്ടാന്തം? അവർ ആവശ്യപ്പെട്ട ആ ദൃഷ്ടാന്തം എന്താണ്? അതായത് ഖുർആനിന്റെ മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞു വെച്ച വാചകം നമുക്ക് ഇപ്രകാരം അത് കാണുവാൻ കഴിയുമല്ലോ. സമൂദ് ഗോത്രക്കാരായ ആളുകൾ അവരെല്ലാവരും ഒരു സമ്മേളനത്തിന് ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി. ജനങ്ങളൊക്കെ ഒരുമിച്ചുകൂടി ആ സമ്മേളന സ്ഥലത്തേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം കടന്നു വന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അല്ലാഹുവിലേക്ക് ആ സമൂഹത്തെ ക്ഷണിച്ചു. യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. തൗഹീദിന്റെ ഗാംഭീര്യമാണത്, തൗഹീദിന്റെ ശബ്ദമാണത്. ലോകത്ത് കടന്നു വന്ന പ്രവാചക പുങ്കവന്മാർ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഒന്നാമത്തെ സന്ദേശമാണത്. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ സമുദായത്തോട് പറഞ്ഞു. അവരാകട്ടെ അവർ പറഞ്ഞു, സ്വാലിഹേ നീ പറഞ്ഞ കാര്യം സ്വീകരിക്കണമെങ്കിൽ ഒരു പാറയിലേക്ക്, അവിടെ കണ്ട ഒരു പാറയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ പാറയിൽ നിന്ന് ഇന്ന സ്വഭാവമുള്ള ഒരു ഒട്ടകത്തെ നീ കൊണ്ടുവാ, എങ്കിൽ ഞങ്ങൾ താങ്കൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഒട്ടകത്തെ ഈ പാറക്കൂട്ടത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമോ എന്ന് ആ സമുദായത്തോട് സ്വാലിഹ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, ആവാം, ഞങ്ങൾ വിശ്വസിക്കാം, നീ കൊണ്ടുവരണം ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹിസ്സലാം നമസ്കരിക്കുകയാണ്. ഒരു പ്രവാചകന്മാർക്കും അവരുടെ ഇഷ്ടപ്രകാരം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാകില്ല. അതാ സ്വാലിഹ് നബി അലൈഹിസ്സലാം നമസ്കരിക്കുകയും സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? അള്ളാഹുവേ, ഈ സമുദായം ദൃഷ്ടാന്തം ആവശ്യപ്പെടുകയാണ്, അതുകൊണ്ട് റബ്ബേ ദൃഷ്ടാന്തം ഈ പാറക്കൂട്ടത്തിൽ നിന്ന് ഒരൊട്ടകത്തെ നീ കൊണ്ടുവാ നാഥ എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്നോണം ആ പാറക്കെട്ടുകളിൽ നിന്ന് അല്ലാഹുവദ അവർ ആവശ്യപ്പെട്ടതുപോലെ ഒരു കൂറ്റൻ ഒട്ടകത്തെ ആ സമുദായത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരെ നടുക്കിക്കളഞ്ഞു. അപ്പോൾ തന്നെ പല ആളുകളും സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. പക്ഷേ അധിക പേരും സ്വാലിഹ് നബി അലൈഹിസ്സലാമയെ കളവാക്കുകയാണ് ചെയ്തത്. അവർ സ്വീകരിച്ചില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ അവർ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടോ ആ സമുദായം സ്വാലിഹ് നബി അലൈഹിസ്സലാമയെ നിഷേധിച്ചങ്ങ് തള്ളി. ഇൻഷാ അല്ലാഹ് ഇനിയുമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ, നമുക്ക് മറ്റൊരവസരത്തിൽ സൂചിപ്പിക്കാം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഖദ് ഖലത് മിൻ ഖബലികും സുനൻ, ഒരുപാട് സമുദായങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ സമുദായങ്ങളെ എല്ലാം അല്ലാഹു വകൈഫ കാന അസാബി വനുദർ, അല്ലാഹു തകർത്തെറിഞ്ഞത് കാരണമെന്താ? എന്താണ് കാരണം? അല്ലാഹുവിന്റെ വഹദാനിയത്തിൽ അവർ മായം ചേർത്തു.
അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു. അതാണ് പ്രശ്നം. ആ ഗുരുതരമായ പ്രശ്നമാണ് ആ സമുദായത്തെ ഭൂമുഖത്ത് നിന്ന് അള്ളാഹു തരിപ്പണമാക്കുവാൻ കാരണമെന്ന് ഇത്തരം ചരിത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കുക. ശിർക്കിന്റെ ഗൗരവം നാം തിരിച്ചറിയുക. റബ്ബ് സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.